എല്ലാവർക്കും നാസിന വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 9 പ്ലസ് തിങ് ചലഞ്ച് ആണ്. എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ മാമിൻ്റെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 9 പ്ലസ് തിങ് ചലഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ്. അപ്പോൾ ആർട്ട്, പെൺ, സിനിമ, സ്ഥലം, സാധനം മാത്രം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇതാ എന്താ പറയുക, നമ്മുടെ വാക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലോട്ടാണ് കേട്ടോ. ലോട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം ഇവളാണ്, സെക്കൻഡ് ഞാനാണ്, തേർഡ് ഇവളാട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവളെ കൊണ്ട് ലോട്ട് ഇടി. ഇവള് ലോട്ടാണ് ഫസ്റ്റ് എടുക്കണേ. അക്ഷരം മായാട്ടോ നമുക്ക് കിട്ടിയത്. ഇനി റെഡി സ്റ്റഡി ഗോ പറ. റെഡി സ്റ്റഡി ഗോ. അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. ആർക്ക് കാണിച്ചിട്ടത്? സ്റ്റോപ്പ് നിർത്തണം. അപ്പോൾ ഒരാൾ സ്റ്റോപ്പ് കാരണം നമ്മൾ നിർത്തണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ആൻ്റെ പേര് പറഞ്ഞോ. ആൻ്റെ പേര് മൻസൂർ. അപ്പോൾ അവർക്ക് രണ്ടൊക്കെ 5 മാർക്കട്ടെ ഗൈസ്. ഞാനും മനു എന്നാണ് എഴുതിയത്. പിന്നെ പെണ്ണിൻ്റെ പേര് അല്ല 10. രണ്ടാളും ഒരുപോലെ എഴുതി കഴിഞ്ഞാൽ 5 മാർക്കാണ് വരുന്നത്. തെറ്റിക്കാണ്ട് എഴുതി കഴിഞ്ഞാൽ 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ പേര് മിൻഹ. മഹിമ. ഞാൻ മനുശ്രീ എന്നാണ് എഴുതിയത്. പിന്നെ സിനിമ സീരിയലല്ലേ, മൗനരാഗം. സിനിമ മറ്റേ സീരിയൽ പെട്ട അങ്ങനെയാണ് ഞങ്ങൾ എഴുതിയത്. ഞങ്ങൾ അത്ര സിനിമ അങ്ങനെ ആക്കാനില്ല. ഞാൻ മഞ്ഞുമൽ ബോയ്സ് ആണ്. ഞാൻ മാമ്പഴം. സ്ഥലം രാജ്യം മലപ്പുറം. ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ മലമ്പുഴ. സാധനം മാങ്ങ. ഞാൻ എഴുതിയില്ല. ടോട്ടൽ ആകെ 30 മാർക്ക് കിട്ടുന്നത്. 35 45. ഗൈസ്, ഇതിൽ വിന്നറായി വന്നത് മിൻഹാണ്. അപ്പൊ നമുക്ക് അടുത്ത അക്ഷരം ലോട്ട് ഇടാം. അപ്പോൾ മാ പോയിട്ടോ. ഇവളുടെ പേര് മിന്നു എന്നാണ്, ഇവളുടെ പേര് സന എന്നാട്ടോ. അപ്പൊ നമുക്ക് ഇനി ഈ മാ എന്നുള്ളത് വെട്ടിക്കറിയാം കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത ലോട്ട് ഇടാം. ഞാൻ ലോട്ട് എടുക്കാട്ടെ ഗൈസ്. അക്ഷരം കാന്നാട്ടോ വന്നത്. നമുക്ക് കാന്നാണ് വന്നത്. ഇനി നമുക്ക് ഈ അക്ഷരം ഒന്ന് വെട്ടാം. അപ്പൊ നമുക്ക് പറയാം. റെഡി സ്റ്റഡി ഗോ. അപ്പൊ ഞാൻ അവള് സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ബസറൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റോപ്പ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആളുടെ പേര് കിച്ചു. ഞാൻ എഴുതിയില്ല. ഞാൻ ഇനി സമയം ഉണ്ടാവിച്ചിട്ട് എഴുതാണ്ടിരുന്നു. കമല. കൺമണി. 5 മാർക്ക്. സിനിമ സീരിയല് കൺമണി. കല്യാണരാമൻ. കാക്കക്കുയി. ബാക്കി ഞാൻ എഴുതിയിട്ടില്ല. സ്ഥലം കർഗപുത്തൂരി, കരിങ്ങനാട്. സാധനം ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ കാന്ന് മാത്രം വെച്ച്. ഞാൻ 25 മാർക്ക് 1 പൊട്ടൽ പൊട്ടിയിരിക്കും. 45 എനിക്ക് 45 ഫസ്റ്റ് ഇവള് ആയിട്ട്. സെക്കൻഡ് റൗണ്ടിൽ ഇവളാണ് ഫസ്റ്റ്. ഇനി അടുത്തത് നമുക്ക് ലോട്ട് ഇടാം. അതിൽ സാധനം ഇട്ടെടുക്കണ്ട്. ലോട്ട് ഇടട്ടെ, എടുക്ക്. അക്ഷരം നമുക്ക് ആ നാട്ട വന്നത്. നമുക്ക് പിച്ചിട്ടുണ്ട്.
അപ്പം നമുക്ക് ഇനി അത് പിച്ച് ചെയ്ത് കളയാം. ഞങ്ങൾക്ക് പറയാം, അല്ല സോറി, തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. നിർത്തിക്കോ. ആളുടെ പേര് ഞാൻ അനു എന്നാണ് എഴുതിയത്. അയച്ചു പറ. അപ്പൊ പ്ലീസ് ഞാൻ എഴുതിക്കണ അനു എന്നാട്ടോ ആളുടെ പേര് എഴുതിയത്. ഞാൻ അച്ചു. ഞാൻ അമലാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും 10 മാർക്ക്. അമല് പറഞ്ഞാൽ പുല്ലെത്തിയിട്ട് അമലിനായിട്ടൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നത് അമല്. അപ്പോൾ നമ്മൾ അടുത്ത പെണ്ണിന്റെ പേരാണ്, ഞാൻ അനുശ്രീ നാട്ടെ. അമ്മു. ഞാൻ ആവണി നാട്ടെ. ആവണി. പിന്നെ അടുത്തത് ഞാൻ സിനിമ സീരിയലില് ഞാൻ അമ്മ മനസ്സ് നാട്ടേത്. അമ്മയെ അറിയാതെ ഞാൻ അമര്. പിന്നെ ഞാൻ സ്ഥലം ആലൂർ എന്നാണ് എഴുതിയത്. ആലപ്പുഴ. ഞാൻ ആമയൂർ. അതല്ല. പിന്നെ സാധനം ആമ. ആന അരി. നമ്മളിപ്പോ ആമ ആന ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ നമുക്ക് ഓരോ ഇത് കിട്ടൂലേ, ഓരോ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുമ്പോ ടോയ്സ് തന്നെ ഉണ്ടാവില്ലേ, ആമാന അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് കിട്ടും. അപ്പൊ ഇതിലെല്ലാവർക്കും 50 മാർക്കാണ്. അപ്പൊ നമ്മുടെ 3 റൗണ്ട് കഴിഞ്ഞിരിക്കണു. ഇനി നമുക്ക് എത്ര റൗണ്ട് ഉണ്ട്? 2 റൗണ്ട് കൂടെ ഉള്ളൂ. അപ്പൊ ഇനി മിന്നൊടുക്കാട്ടാ. ഇതാണ് നമുക്ക് ഏതാ? അപ്പൊ നമുക്കിത് കളയാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. പാനാണ് അക്ഷരം. സ്റ്റോപ്പ്. അപ്പൊ ഞാൻ ആണ്ട വരെ എത്തിയിട്ടില്ല. ഞാൻ എഴുതിക്കുന്നത് പാച്ചു എന്നാട്ടോ. ഞാൻ ആന്റെ പേര് എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയിട്ടില്ല. അല്ല 0. പെണ്ണിന്റെ പേര് പൊന്നു എന്നാട്ടോ ഞാൻ എഴുതിക്കുന്നത്. ഞാൻ പൊന്നാണ് എഴുതിയത്. പൊന്നു നാട്ടോ ഇവിടെ സോറി പൊന്നു എന്നാണ് ഞാൻ എഴുതിയത്. അപ്പൊ 10 പേർക്ക് അങ്ങനത്തെ പെണ്ണിന്റെ പേര് ഉണ്ടാകും തോന്നുന്നു. ഇവിടെ എഴുതിയിട്ടില്ല. ഞാൻ പിന്നെ പത്തരമാറ്റ് എന്നാണ് സീരിയൽ എഴുതിയത്. പാച്ചുവും അത്ഭുത വിളക്കും. പത്തരമാറ്റ് 5 മാർക്ക്. പിന്നെ പത്തനംതിട്ട, പാലക്കാട്. സാധനം പഴം, പാല്. ഞാൻ പാലിന് എഴുതാൻ എഴുതിയിട്ടില്ല. നമുക്ക് 0 മാർക്ക് തരുന്നു. അപ്പൊ ഇതിൽ കമ്പാട്ട കിട്ടിയിരിക്കുന്നത് 25 മാർക്ക്. ഇവിടെ ഒരാൾക്ക് 15 മാർക്ക്. അപ്പൊ ഇതിൽ വിന്നറായിരിക്കുന്ന ഈ റൗണ്ടിൽ വിന്നറായിരിക്കുന്നത് മിൻഹണി. ലാസ്റ്റ് കൂട്ടിയിട്ട് നമ്മള് എത്ര ടോട്ടൽ നോക്കും. എന്നിട്ട് ആരെ ജയിക്കാൻ നോക്കാം. അവർക്ക് പ്രത്യേക ഒരു സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത അക്ഷരം ലോട്ടൊന്നും ഇടണ്ട, ഒന്നുള്ളൂ. അപ്പൊ നമുക്ക് അതെന്താ നോക്കാം. അക്ഷരം ച. അപ്പൊ നമുക്ക് എഴുതാം. റെഡി, 1 2 3 സ്റ്റാർട്ട്.
ഗൈസ് എനിക്ക് സിനിമ എത്ര ആലോചിച്ചിട്ട് കിട്ടണില്ല. സ്ഥലമാണ് കേട്ടോ ഗൈസ് കിട്ടാത്തത്. സ്ഥലമൊക്കെ സിമ്പിൾ ആയിരുന്നു, പക്ഷെ സിനിമയാണ്. അല്ല സോറി, സിനിമ സീരിയലാണ് കേട്ടോ കിട്ടാത്തത്, കിട്ടുന്നില്ല. അത് ഞാനത് എഴുതി, പക്ഷെ അത് സ്ഥലമാണ്. സ്ഥലം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സിനിമ സീരിയൽ കിട്ടില്ല. അപ്പൊ ഞാൻ വേഗം ഇതാക്കി. അപ്പൊ നമുക്ക് നമുക്ക് ആലോചിച്ച് നോക്കട്ടെ. സിനിമ ആർക്കും കിട്ടിയില്ലെങ്കിൽ നമ്മള് ബസർ അടിക്കും. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് എന്താ ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. സിനിമ സീരിയൽ കുറെ ആലോചിച്ചു, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മള് കുറച്ചുകൂടി നേരം ആലോചിച്ചു. സ്റ്റോപ്പ് ആക്കി കൊടുക്കാൻ. ഇല്ല കേട്ടോ, ഞാൻ നിർത്തിയിട്ടില്ല. ഇവിടെ ഔട്ട് ആയിക്കണം അത്ര, ഞങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. എനിക്കും കിട്ടുന്നില്ല ഗൈസ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളെ എല്ലാരും കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമുക്ക് വായിക്കാട്ടോ. ആന്റെ പേര് ചാച്ചു, ചിത്തു, ചാഷു, ചാഷു. പെണ്ണിന്റെ പേര് ജാനു. ജാനു നാട്ടിരിക്കണം. ചിന്നു എഴുതിക്കണോ? ഇല്ല, ഓളെ എഴുതിയിട്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ സിനിമ ഞങ്ങൾ ആരും എഴുതിയില്ല. ചെയ്തിട്ടുണ്ടോ? ഞാൻ സിനിമ ചാന്തപൊട്ട് പറഞ്ഞ സിനിമ ഉണ്ട്. ഞാൻ കോട്ടയ്ക്ക് ഇവിടെ എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയില്ല ഗൈസ്. ഞാൻ ചാന്തോട്ട് എന്ന സിനിമ ഇല്ല വിചാരിച്ചു. പിന്നെ ചാലക്കൊടിയാണ് ഞാൻ എഴുതിയിരുന്നത്. ഞാൻ ചാലുശ്ശേരി. ഞാൻ ചാലക്കുടി. അപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കും അഞ്ചാറ്. ഞാൻ ചാന്തപൊട്ട് സാധനല്ലേ, ചാന്തപൊട്ട് ഉണ്ടല്ലോ. ചെമ്പരത്തി. ഞാൻ ചൊവ്വരി. ചൊവ്വരി 10, 20, 30, 20, 30. അപ്പൊ നമുക്കിത് ടോട്ടൽ കൂട്ടി വെക്കാം ഗൈസ്. എനിക്ക് 40 മാർക്കാണ് കിട്ടിയത്. ഈ റൗണ്ടിൽ 40 മാർക്കാണ്. ഞങ്ങൾക്കിത് മൊത്തം കൂട്ടി വെക്കാം കേട്ടോ. 5, 5, 10, 3, 3, 6, 6 കഴിഞ്ഞാൽ 7. അപ്പൊ നമ്മളെ മൊത്തം കൂട്ടി നോക്കി. എനിക്ക് 205 ആട്ടോ ഗൈസ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് 107 ആട്ടോ കിട്ടിയത്. 107 എനിക്ക് കിട്ടിയത്. അല്ല സോറി, 175 ഗൈസ് കിട്ടിയത്. എനിക്ക് 190 അവൾക്ക് കിട്ടിയത്. അപ്പൊ ചെയ്തിരിക്കുന്നത് ഫാത്തിമ മിൻഹ DK. അപ്പൊ ഇവളാണ് ഫസ്റ്റ്, ഇവള് സെക്കൻഡ്, ഞാൻ തേർഡ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആൾക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ട. അപ്പൊ നമുക്ക് അത് കൊടുക്കാട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നത് യൂണോ കാർഡാണ്. അത് നമുക്ക് കുറെ നമുക്ക് എന്റർടൈൻമെന്റ് കളിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാട്ടോ. താങ്ക് യു. അപ്പൊ നമ്മുടെ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പൊ എന്തായാലും യൂണോ കാർഡ് ഒന്ന് വാങ്ങിച്ചു നോക്കാം. നല്ല രസമായിട്ടിരുന്നു കളിക്കാൻ. അതിൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ പുതിയത് വാങ്ങിച്ചതാട്ടോ. അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളൂ.